ഞാൻ ഓഫ് സ്ക്രീനിലുള്ള ആളാണ് എപ്പോഴും. പാടാൻ പ്ലേബാക്കും ഡബിങ്ങും ഒക്കെ ഓഫ് സ്ക്രീൻ അല്ലേ. എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിപ്പോ ചെമ്മീനിലെ ഞാൻ വളരെ നാച്ചുറൽ എന്ന് വേണമെങ്കിൽ ആളുകൾ പറയുമായിരിക്കും. എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയാത്ത ഒരു സമയമായിരുന്നു. വെറുതെ ഡയറക്ടർ പറയുന്ന പോലെ ഡയലോഗ് പറയും, അങ്ങനെ മെക്കാനിക്കലായിട്ട് ചെയ്തിരുന്നതാ. പക്ഷേ ആ ക്യാരക്ടർ അതിനോടങ്ങ് ചേർന്ന് മറ്റുള്ള നല്ല കാര്യങ്ങളോടുകൂടി അത് ചേർന്നപ്പോൾ അത് അത്ര മോശമായി തോന്നിയില്ല എന്നായിരിക്കും ഞാൻ പറയാം. പക്ഷേ ചെമ്മീനിലൂടെ എനിക്ക് ഒരുപാട് വലിയ വെറ്ററൻസിനെ പരിചയപ്പെടാൻ പറ്റി. മാർക്കസ് ബാട്ട്ലി നമ്മുടെ ക്യാമറമാനൊക്കെ ആയിട്ട് എന്താണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബ്രേക്ക് ടൈമിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. അതുപോലെ ഡബ്ബിംഗ് സമയത്ത് എഡിറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ ഋഷികേശ് മുഖർജി സാബ് പുറത്ത് വരും. അപ്പോൾ എന്നെ പഞ്ചമി എന്നാണ് വിളിക്കുക. പഞ്ചമി ഹൗ ആർ യു എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ വലിയ നല്ല നല്ല ഓർമ്മകളാണ്. അതുപോലെ ചെമ്മീൻ മദ്രാസിൽ 2 തിയേറ്ററിൽ 100 ഡേയ്സ് ഓടി. അത് മലയാളികളെക്കാട്ടിൽ അത് ഇപ്പോൾ അതിൻ്റെ ഒരു 100 ഡേയ്സിൻ്റെ സെലിബ്രേഷനിൽ കേരള സമാജത്ത് വെച്ച് നടത്തിയപ്പോൾ ഞാൻ ഓട്ടോഗ്രാഫായിട്ട് പലരുടെ അടുത്തും മേടിച്ചപ്പോൾ എനിക്ക് വയലാറിൻ്റെ മാത്രം നല്ല ഓർമ്മയുണ്ട്. വിജയത്തിൻ്റെ പൂമരത്തിൽ പടർന്നു കയറട്ടെ എൻ്റെ കൊച്ചു ലത എന്ന് എഴുതി തന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊക്കെയാണ് ചെമ്മീൻ്റെ ഓർമ്മകൾ എനിക്ക്.